അതോ കീഴടങ്ങലോ? അപേക്ഷയും കീഴടങ്ങലും അല്ല യാമിനി. കൊല്ലാൻ വന്നതാ ഞാൻ, നിങ്ങളെ കൊല്ലാൻ. എന്നെ കൊല്ലാനോ? എന്നെ കൊല്ലാൻ നീയല്ല, വിശ്വനാഥൻ വിചാരിച്ച പോലും കഴിയില്ലടാ. മരിക്കാനല്ല, ജയിക്കാനാ യാമിനി വന്നിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള വിവരദോഷം കൊണ്ട് വന്നാൽ ചുവന്ന മഷി കൊണ്ടൊരു വര വരയ്ക്കും ഞാൻ നിന്റെ പേരിന് കുറുകെ. അവന്റെ കാമുകി ചാവാൻ വേണ്ടി കിടക്കുന്നു. അവളെ രക്ഷിക്കുന്നതിന് പകരം കാമുകനെ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു. ഞാൻ മരിച്ച അവളെ പിന്നെ ജീവനോടെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ നീ? നിനക്ക് ബുദ്ധിയുണ്ടെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, ഒരു വിട്ടിയാണെന്ന്. പമ്പര വിട്ടി. യാമിനി, ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല ഊർമിളയെ കുറിച്ച്. കള്ളം കള്ളം കള്ളം! നിനക്കറിയാം, നീയാണ് ഊർമിളയും അനുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇടനില നിന്നത്. നീ തന്നെയാണ് അവളെ സംരക്ഷിക്കുന്നതും. മാസം 10,000 പോലും തികച്ചു കിട്ടാത്ത നിനക്ക് താമസിക്കാൻ കൊട്ടാരം പോലത്തെ വില്ല. നിന്റെ പിന്നിൽ അവളാ. കർട്ടന് പുറകിൽ നിന്നുകൊണ്ടുള്ള കളി ഇനി മതി. ഇനിയെല്ലാം നേർക്ക് നേരെ, മുഖാമുഖം. യാമിനി, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അനുവിനെ ദയവ് ചെയ്ത് മോചിപ്പിക്കുക, പ്ലീസ്. നീ അപ്പൊ അവൾക്ക് വേണ്ടി കാല് വരെ പിടിക്കും? പിടിക്കും, പിടിക്കും. ഇരിക്കെ. അവിടെയല്ല, തറയിലിരിക്കെ. എന്റെ കാലും ചെരുപ്പും ക്ലീൻ ചെയ്യേ. ഷർട്ടുകൊണ്ടല്ല, നാക്കുകൊണ്ട്. യാമിനി, അനുവിനെ വേണമെങ്കിൽ മതി. പോരാ, തീരെ പോരാ. നിനക്ക് മര്യാദയ്ക്ക് ചെരുപ്പ് പോളിഷ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് അനുവിനെ തൽക്കാലം വിട്ടുതരില്ല. നീ എന്താടാ വിചാരിച്ചത്? കാല് പിടിച്ച് കരഞ്ഞ അലിയുന്ന മനസ്സാണോ എന്റേതെന്ന്? എടാ, ഊർമിളയെ കിട്ടാതെ ഒരൊത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല. അവൾ എന്റെ മുമ്പിൽ വന്നാൽ അനുവിനെ നിനക്ക് തിരിച്ചു കിട്ടും. വന്നില്ലെങ്കിൽ അനു പിന്നെയില്ല. നിങ്ങൾ കണ്ടോ യാമിനി? ഇതിനെല്ലാം നിങ്ങൾ ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും.
ഞാനിപ്പോ നാക്കുകൊണ്ട് നിങ്ങളുടെ ചെരുപ്പ് പോളിഷ് ചെയ്ത പോലെ നിങ്ങൾക്കും ഒരു ദിവസം അത് ചെയ്യേണ്ടി വരും. കാലം നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കും. കാലം ഞാനാണ്. ഈ യാമിനിയാണ് കാലവും കാലനും. ഞാൻ തീരുമാനിക്കും എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന്. നീ പോയി നിന്നോട് പറഞ്ഞ കാര്യം ചെയ്യേ. ഇനി സമയം അധികമില്ല. വൈകുന്തോറും ഭാനു രക്ഷപ്പെടാനുള്ള സാധ്യത കുറയും. ചെല്ലടാ.